സോ നമ്മൾ ഐസോട്ടോപ്പ് എഫക്റ്റ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞു. അടുത്തിട്ട് നമുക്ക് വേണ്ടത് ഇൻറ്റൻസിറ്റി ഓഫ് റൊട്ടേഷൻ ലൈൻസ്. റൊട്ടേഷൻ ലൈൻസിൻ്റെ ഇൻറ്റൻസിറ്റി എങ്ങനെയാണെന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഡയറ്റമിക് മോളിക്യൂളിൻ്റെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം J is equal to 0 എന്ന് പറഞ്ഞ ലെവലിൽ നിന്ന് J is equal to 1 എന്ന് പറഞ്ഞ ലെവലിലേക്ക് പോകുമ്പോൾ 2b വേവ് നമ്പറുള്ള ഫോട്ടോണിനെ അബ്സോർബ് ചെയ്യും. J is equal to 1 നിന്ന് J is equal to 2ലേക്കാണ് പോകുന്നതെങ്കിൽ 4b അബ്സോർപ്ഷൻ ലൈൻ അല്ലെങ്കിൽ 4b വേവ് നമ്പറുള്ള റേഡിയേഷൻ ആയിരിക്കും അബ്സോർബ് ചെയ്യപ്പെടുന്നത്. J is equal to 2 നിന്ന് J is equal to 3ലേക്ക് പോകുമ്പോൾ 6b വേവ് നമ്പറുള്ള റേഡിയേഷൻ ആയിരിക്കും എന്ത് ചെയ്യപ്പെടുക, അബ്സോർബ് ചെയ്യുക. അല്ലെങ്കിൽ തിരിച്ചു പറഞ്ഞാൽ J is equal to 1 നിന്ന് J is equal to 0ലേക്ക് പോകുമ്പോൾ 2b വേവ് നമ്പറുള്ള റേഡിയേഷൻ എമിറ്റ് ചെയ്യപ്പെടും. J is equal to 2 നിന്ന് J is equal to 1ലേക്ക് പോകുമ്പോൾ 4b വേവ് നമ്പറുള്ള റേഡിയേഷൻ എമിറ്റ് ചെയ്യപ്പെടും. J is equal to 3 നിന്ന് J is equal to 2ലേക്ക് പോകുമ്പോൾ 6b വേവ് നമ്പറുള്ള റേഡിയേഷൻ എമിറ്റ് ചെയ്യപ്പെടും. സോ നമുക്കറിയേണ്ടത് നമ്മൾ ഏകദേശം ഒരു ഗ്യാസ് മോളിക്യൂൾ അല്ല ഉള്ളത്. ഒരിക്കലും നമ്മൾ ഒരു ഗ്യാസ് മോളിക്യൂളായിട്ട് എടുക്കത്തില്ല. ആ ഒരു ഗ്യാസ് മോളിക്യൂൾ അല്ല ഈ എല്ലാ ട്രാൻസിഷനും കാണിക്കുന്നത്. നമ്മൾ എടുക്കുന്ന സിസ്റ്റത്തിൽ നമ്പർ ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് ഉണ്ടാവും, ലാർജ് നമ്പർ ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് ഉണ്ടാവും. അത് കുറേ മോളിക്യൂൾസ് J is equal to 0 സ്റ്റേറ്റിലായിരിക്കും, കുറേ മോളിക്യൂൾസ് J is equal to 1 എന്ന് പറഞ്ഞ സ്റ്റേറ്റിലായിരിക്കും, കുറേ മോളിക്യൂൾസ് J is equal to 2 എന്ന് പറഞ്ഞ ലെവലിലായിരിക്കും, റൊട്ടേഷൻ ലെവലിലായിരിക്കും. ഡിപ്പെൻഡ്സ് ഓൺ ദി ടെമ്പറേച്ചർ ഓഫ് ദി സിസ്റ്റം. ആ സിസ്റ്റത്തിന്റെ ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആകെ ഒരു ലൈൻ അല്ല കിട്ടുന്നത്. 2b എന്ന് പറഞ്ഞാൽ 2b വേവ് നമ്പറുള്ള ഒരൊറ്റ റേഡിയേഷൻ ആയിരിക്കില്ല നമുക്ക് കിട്ടുന്നത്. 10 മോളിക്യൂൾസ് ട്രാൻസ്ഫർ നടത്തിയിട്ടുണ്ടെങ്കിൽ 10 റേഡിയേഷൻ കിട്ടും, അല്ലെങ്കിൽ 10 ഫോട്ടോൺസ് കിട്ടും. അല്ലെങ്കിൽ 20 മോളിക്യൂൾസ് ആണ് ട്രാൻസ്ഫർ നടത്തിയെങ്കിൽ 20 കിട്ടും. അപ്പോൾ എത്ര മോളിക്യൂൾസ് ആണോ ട്രാൻസ്ഫർ നടത്തിയിട്ടുള്ളത്, ഒരു ലെവലിൽ നിന്ന് മറ്റൊരു ലെവലിലേക്ക് ട്രാൻസ്ഫർ നടത്തിയിട്ടുള്ളത്, അതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യും, ഫോട്ടോൺസ് കിട്ടും. ഇതെന്ന് പറഞ്ഞാൽ ഇൻറ്റൻസിറ്റി അല്ലേ, നമ്പർ ഓഫ് ഫോട്ടോൺസ് എമിറ്റിംഗ് പെർ സെക്കൻഡ് പെർ യൂണിറ്റ് സർഫസ് ഏരിയ ഈസ് കോൾഡ് ഇൻറ്റൻസിറ്റി. വേവ് വെച്ച് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ദി എമൗണ്ട് ഓഫ് എനർജി എമിറ്റിംഗ് പെർ സെക്കൻഡ് പെർ യൂണിറ്റ് ഏരിയ. ഫോട്ടോൺസ് വെച്ചാണെങ്കിൽ നമ്പർ ഓഫ് ഫോട്ടോൺസ് ആവും, അതാണ് വ്യത്യാസം. അപ്പം എന്തായാലും ഇതിൻ്റെ അപ്പം നമുക്ക് അറിയേണ്ടത് ഏത് ലൈനായിരിക്കും കൂടുതൽ കിട്ടുക, ഏത് വേവ് നമ്പറുള്ള റേഡിയേഷൻ ആയിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടുക. 2b ആയിരിക്കും, 4b ആയിരിക്കും, 6b ആയിരിക്കും. അതാണ് ഉദ്ദേശിച്ചത്. ഇൻറ്റൻസിറ്റി ഓഫ് റൊട്ടേഷൻ ലൈൻസ് ഉദ്ദേശിച്ചതാണ്. ഒരു പർട്ടിക്കുലർ ഗ്യാസ് മോളിക്യൂൾസ് നമ്മൾ എടുത്തിട്ട് അവിടെ നമ്മൾ അതിൻ്റെ അബ്സോർപ്ഷൻ സ്പെക്ട്രം അല്ലെങ്കിൽ എമിഷൻ സ്പെക്ട്രം നമ്മൾ സ്റ്റഡി ചെയ്യുമ്പോൾ അവിടെ ഏത് ലൈൻസ് ആണ് കൂടുതൽ കിട്ടാൻ സാധ്യത, അല്ലെങ്കിൽ ഏത് ലൈനായിരിക്കും കൂടുതൽ കിട്ടാൻ സാധ്യത, ഇൻറ്റൻസിറ്റി അതിനായിരിക്കും. 2b വേവ് നമ്പറുള്ളതിനായിരിക്കും ഇൻറ്റൻസിറ്റി അതായത് കൂടുതൽ ഉണ്ടാവുക. 4b ആയിരിക്കും ഇൻറ്റൻസിറ്റി കൂടുതൽ, അല്ലെങ്കിൽ 6b ആയിരിക്കും ഇൻറ്റൻസിറ്റി കൂടുതൽ. അപ്പോൾ ഇൻറ്റൻസിറ്റി കൂടുതൽ കൂടുതൽ ഫോട്ടോൺസ് കിട്ടുക, അല്ലെങ്കിൽ കൂടുതൽ വേവ് കിട്ടുക, അല്ലെങ്കിൽ കൂടുതൽ ട്രാൻസ്ഫർ നടക്കുക. ഇതിനകത്ത് ഏതിനായിരിക്കും, അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പം അതിനെക്കുറിച്ച് നമ്മൾ സ്റ്റഡി ചെയ്യുമ്പോൾ അത് രണ്ട് കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്യും. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ടെമ്പറേച്ചറിൽ ഏത് ലെവലിലാണ് ഏറ്റവും കൂടുതൽ മോളിക്യൂൾസ് ഉള്ളത്. ചിലപ്പോൾ ഏറ്റവും കൂടുതൽ ഞാനൊരു 320 കെൽവിൻ എടുക്കുന്നു, അല്ലെങ്കിൽ 500 കെൽവിൻ എടുക്കുന്നു. ആ സമയത്ത് ചിലപ്പോൾ J is equal to 2 എന്ന് പറഞ്ഞ സ്റ്റേറ്റിലായിരിക്കും ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണപ്പെടുക. ചിലപ്പോൾ J is equal to 3 ആയിരിക്കും ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണപ്പെടുക. അപ്പോൾ അത് ആ ഒരു സ്റ്റേറ്റിൽ എത്ര പേരുണ്ട് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്യും. അടുത്തൊരു പ്രശ്നം കൂടി ഉണ്ട്. ഈ ഓരോ ഇപ്പം J is equal to 0 എന്ന് പറഞ്ഞാൽ ലെവലിനകത്ത് ഒരൊറ്റ സ്റ്റേറ്റേ ഉള്ളൂ, J is equal to 0 എന്ന് പറഞ്ഞാൽ. പക്ഷെ J is equal to 1 എന്ന് പറഞ്ഞാൽ അവിടെ 3 സ്റ്റേറ്റ് ഉണ്ട്. J -1, J0, J+1. J എന്നല്ല M ആയിരിക്കും എടുക്കുന്നത്. M-1, M0, M+1. അത് ഡീജനറേറ്റ് ആണ്. J is equal to 2 എടുക്കുമ്പോഴോ അവിടെ സബ്സ്റ്റേറ്റുകൾ എത്രയൊക്കെ വരാം, -2, -1, 0, +1, +2 അങ്ങനെ വരാം. M is equal to -1, -2, M is equal to -2, -1, 0, 1, 2 അങ്ങനെ വരാം. ഡീജനറേറ്റ് ആണ്. എത്രയാണ് ഡീജനറേറ്റ്? J ആണ് അവിടുത്തെ വാല്യൂ എങ്കിൽ അവിടുത്തെ ഡീജനറേറ്റ് 2J+1 ആണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്യും. ആ ഒരു സ്റ്റേറ്റിൽ എത്ര പേരുണ്ടെന്ന് ഇതിന് ഡിപ്പെൻഡ് ചെയ്യും. രണ്ടാമത് അത് എത്ര ടൈംസ് ഡീജനറേറ്റ് ആണ് ഇതിന് ഡിപ്പെൻഡ് ചെയ്യും. സോ ഈ പറഞ്ഞ പോലെ ഇന്റൻസിറ്റി രണ്ട് ഫാക്ടറിനെ ഡിപ്പെൻഡ് ചെയ്യും. ഫസ്റ്റ് വൺ
ആ സ്റ്റേറ്റിൽ എത്ര പേരുണ്ട്. അപ്പോൾ നമുക്കറിയാം ഇത് മാക്സ്വെൽ ബോൾട്സ്മാൻ സ്റ്റാറ്റിസ്റ്റിക് ഒബേ ചെയ്യുന്ന ആൾക്കാരാണ്. ഗ്യാസ് മോളിക്യൂൾസ് അല്ലേ, അപ്പോൾ ഡിസ്റ്റിങ്വിഷബിൾ ആണ്. അപ്പോൾ മാക്സ്വെൽ ബോൾട്സ്മാൻ സ്റ്റാറ്റിസ്റ്റിക് ഒബേ ചെയ്യുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് ആ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ബോൾട്സ്മാൻ ഫാക്ടർ. അപ്പോൾ അവിടുത്തെ ബോൾട്സ്മാൻ ഫാക്ടറിനെ ഡിപ്പെൻഡ് ചെയ്യും. രണ്ടാമത്തെ ഡിപ്പെൻഡ് ചെയ്യും അവിടുത്തെ ഡീജനറസി, ആ സ്റ്റേറ്റിന്റെ ഡീജനറസി. അപ്പൊ ഇന്റൻസിറ്റി എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അവിടുത്തെ ബോൾട്സ്മാൻ ഫാക്ടറിനെ ഡിപ്പെൻഡ് ചെയ്യും, ഡീജനറസിയും ഡിപ്പെൻഡ് ചെയ്യും. ബോൾട്സ്മാൻ ഫാക്ടറിനെ ഡിപ്പെൻഡ് ചെയ്യും എത്ര പേരുണ്ട്, ട്രാൻസ്ഫർ നടക്കുന്ന എത്ര പേര് ആ ഒരു ലെവലിലുണ്ട് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്യും. രണ്ടാമത്തെ ആ ഒരു ലെവൽ എത്ര ടൈംസ് ഡീജനറേറ്റ് ആണ് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ J is equal to 0. ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ T എന്ന് പറഞ്ഞ ടെമ്പറേച്ചർ T കെൽവിനിൽ J is equal to 0 എന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ അല്ലെങ്കിൽ ലെവലിൽ N0 മോളിക്യൂൾസ് ഉള്ളത് എഴുതുക. N0 മോളിക്യൂൾസ് ഉണ്ട് J is equal to 0 എന്ന് പറഞ്ഞ ലെവലിൽ. അങ്ങനെയെങ്കിൽ J എന്ന് പറഞ്ഞ ലെവലിൽ കാണപ്പെടുന്ന ആൾക്കാരെ എണ്ണം നമുക്കറിയാം. അപ്പോൾ നമുക്കറിയാം ബോൾട്സ്മാൻ ഫാക്ടർ വെച്ചല്ലേ. അപ്പോൾ Nj is equal എന്തായിരിക്കും, Nj is equal to N0 e raised to minus Ej by KT. Nj is equal to N0 e raised to minus Ej by KT ആയിരിക്കും T ടെമ്പറേച്ചറിൽ ഉള്ള. ഇനി നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്, എപ്സിലോൺ J വേവ് നമ്പർ അല്ലേ, Ej by Hc is equal to B into J into J plus 1 എന്ന് പഠിച്ചിട്ടുണ്ട്. അവിടെ നമുക്ക് Ej എന്ത് വരും, Ej is equal to B Hc J into J plus 1. അപ്പോൾ ഇത് നമ്മൾ കൊടുത്താൽ എന്ത് വരും, N J is equal to N0 e raised to minus Ej ക്ക് പകരം B Hc J into J plus 1 by KT. ശരിയാണല്ലോ. പക്ഷെ ഇതുകൊണ്ട് പ്രശ്നം വരുന്നില്ല. ഈ J എന്ന് പറഞ്ഞ ലെവല് ഡീജനറേറ്റ് ആണ്. ഇതിപ്പോ ഒരു ലെവൽ ഒരു സ്റ്റേറ്റിലുള്ളത് മാത്രമേ ആകത്തുള്ളൂ. അതിപ്പം 3 ഉണ്ടെങ്കിൽ 3 ഇൻറ്റു വരേണ്ടി വരും. ഇതിപ്പോ ഒരു സ്റ്റേറ്റിലുള്ളതാണ് ഇത്രയും. അവിടെ തന്നെ ഡീജനറേറ്റ് ആകുമ്പോൾ 3 സ്റ്റേറ്റ് വരാം, അപ്പോൾ 3 വരും. അപ്പോൾ J is equal to 2 ആണെങ്കിൽ 5 സ്റ്റേറ്റ് വരും, അപ്പോൾ 5 ഇൻറ്റു വരും. അപ്പം Jയുടെ ഡീജനറസി കൂടി നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ 2J is equal to ഒരു സ്റ്റേറ്റിലുള്ളത് ഇൻറ്റു എത്ര ടൈംസ് ആണോ അത് ഡീജനറേറ്റ് അതുകൊണ്ട് മൾട്ടിപ്ലൈ ആണ്. അപ്പം എന്ത് വരും, N0 ഇൻറ്റു 2J plus 1 സ്റ്റേറ്റുകളാണ്. E raised to minus BHC J into J plus 1 by equation number 1. ഇതാണ് T ടെമ്പറേച്ചറിൽ J എന്ന് പറഞ്ഞ ലെവലിൽ കാണപ്പെടുന്ന ആൾക്കാരുടെ എണ്ണം. ശരിയാണല്ലോ. ഇനി അവിടുത്തെ ട്രാൻസിഷൻ നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മളങ്ങനെ ആലോചിച്ച് നോക്കും. ഇപ്പം ഇതൊരു ഗ്രൗണ്ടിൽ നിന്നൊരു കല്ല് നമ്മൾ മുകളിലേക്ക് എറിയുന്നു. മുകളിലേക്ക് എറിയുമ്പോൾ അതിന് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവും. അതൊരു പ്രത്യേക ഹൈറ്റ് വരെ പോയിട്ട് തിരിച്ച് താഴേക്ക് വരും. അപ്പോൾ ഇവിടെ നിന്ന് പോയി ഇവിടെ എത്തുമ്പോഴാണ് മാക്സിമം ഡിസ്പ്ലേസ്മെന്റ്. യെസ് മാക്സിമം. മാക്സിമം. ഇനി ഇവിടെ എത്തുമ്പോൾ എന്ത് ചെയ്യും, അതിന്റെ വെലോസിറ്റി കുറഞ്ഞ് 0 അല്ലേ. എസ് മാക്സിമം അല്ലെങ്കിൽ എക്സ് മാക്സിമം, പൊസിഷൻ മാക്സിമം ആണ് ഇവിടെ വെച്ചാൽ. ശരിയാണല്ലോ. അപ്പോൾ നമുക്ക് ഇതിന്റെ ഇക്വേഷൻ അറിയാമല്ലോ. ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ S is equal to ut plus half a t square. എസിന് നമ്മൾ എക്സ് കൊടുത്താൽ x is equal to ഇനിഷ്യൽ വെലോസിറ്റി ut മുകളിലേക്ക് പോകുമ്പോൾ ആക്സിലറേഷൻ മൈനസ് ഹാഫ് gt സ്ക്വയർ ആണ് അല്ലേ. അപ്പോൾ എക്സ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, എക്സ് ജിക്ക് അനുസരിച്ച് മാറുന്നു അല്ലേ. ഇനി എക്സ് മാക്സിമം എവിടെ വെച്ചാണ്, v is equal to 0 ആകുമ്പോൾ v is equal to dx by dt is equal to 0. അപ്പോൾ എക്സ് ടൈമിനനുസരിച്ച് മാറുന്നു, അതിന്റെ റിലേഷൻ ആണ്. അപ്പോൾ എക്സ് ടൈമിനനുസരിച്ച് മാറുന്നു. എന്നിട്ട് ആ എക്സ് മാക്സിമം എപ്പോഴാണ് dx by dt is equal to 0. അതേ കണക്ക് ഇവിടെ n ആർക്കനുസരിച്ച് മാറുന്നു, ജെക്ക് അനുസരിച്ച് മാറുന്നു. എന്ത് ചെയ്തു, ജെക്ക് അനുസരിച്ച് മാറുന്നു. ഓരോ ജിയിലും ഓരോ എന്നാണ്, ഓരോ ലെവലിലും ഓരോ നമ്പറാണ്. അപ്പോൾ അതിന്റെ റിലേഷൻ ആണ് ഈ കൊടുത്തത്. അപ്പോൾ ഇത് മാക്സിമം എപ്പോഴായിരിക്കും, dn by dj is equal to 0 വരും. dn by dj is equal to 0 വരും. അപ്പോഴായിരിക്കും എന്താവുക, മാക്സിമം ട്രാൻസിഷൻ ഉണ്ടാവുക. അപ്പോൾ മാക്സിമം ട്രാൻസിഷൻ അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം,
dn/dj വരണം. അത് എന്തുമായിട്ട് ഇക്വേറ്റ് ചെയ്യണം? 0 ഇക്വേറ്റ് ചെയ്യണം അല്ലേ? പൊസിഷൻ ടൈം അനുസരിച്ച് മാറുന്നു. അപ്പോൾ ആ പൊസിഷൻ മാക്സിമം എവിടെ വെച്ചാണ്? v = dx/dt 0 ആയിട്ട്. അപ്പോൾ അത് നമുക്ക് n j അനുസരിച്ച് മാറുന്നു. അപ്പോൾ ട്രാൻസിഷൻ മാക്സിമം ആവുന്നത് എപ്പോഴായിരിക്കും? dn/dj = 0. ഇത് ജസ്റ്റ് മനസ്സിലാകാൻ വേണ്ടി പറയുന്നതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? dnj/dj is equal to dnj/d is equal to എന്ത് വരും? രണ്ട് ഫംഗ്ഷൻ അല്ലേ? പ്രോഡക്റ്റ് എടുക്കണം. അപ്പോൾ n0 കോമൺ ആയിട്ട് വരും. ബാക്കി ഫസ്റ്റ് ഫംഗ്ഷൻ 2j + 1 ഇൻറ്റു അടുത്ത ഡെറിവേറ്റീവ് എന്ത് വരും? ഡെറിവേറ്റീവ് ഇത് തന്നെയാണ്. മൈനസ് bhc j ഇൻറ്റു j + 1 ബൈ kt ഇൻറ്റു ഇനി ഇതിൻ്റെ ആകുമ്പോൾ മൈനസ് bhc ബൈ kt പിന്നെ ഇത് j² + 1 എന്നാകുമ്പോൾ 2j + 1. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഇതിൻ്റെ ഫസ്റ്റ് ഫംഗ്ഷൻ ഡെറിവേറ്റീവ് എന്ത് വരും? 2. ഇതാണ് സംഭവം അല്ലേ? അപ്പോൾ എന്ത് വരും? 2j + 1 the whole square minus bhc by kt e raised to minus bhc j into j + 1 by kt plus 2 into e raised to minus bhc j into j + 1 by kt equal to dnj/dj അല്ലേ? അതിനെന്ത് ചെയ്യണം? ഇക്വേറ്റിംഗ് ടു 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യും. അപ്പോൾ എന്താ പോയി? ഈ രണ്ട് ടൈമുകൾ 0 ആയി പോകും. പിന്നെ n0 ഉണ്ടായിരുന്നു, ഇവിടെ n0 ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ n0 not equal to 0 ആണ്. അപ്പോൾ അപ്പുറത്തുണ്ട് ഡിവൈഡ് 0 ആവും. ഇത് രണ്ടിനും കോമൺ ആയിട്ട് ഇതിന് എടുക്കാം. അത് അപ്പുറത്ത് പോകുമ്പോൾ അത് 0 ആവും. ബാക്കി എന്ത് വരും? മൈനസ് 2j + 1 the whole square bhc by kt plus 2 is equal to 0. അപ്പോൾ മൈനസ് അങ്ങ് പോയി കഴിഞ്ഞാൽ അപ്പുറത്തും എന്നിട്ട് 2j + 1 the whole square is equal to എന്താണ് ഇവിടെ എന്തുണ്ട്? bhc by kt is equal to 2. അവിടുന്ന് 2j + 1 the whole square is equal to 2kt by bhc. അവിടുന്ന് 2j + 1 equal to √2kt by bhc. അവിടുന്ന് 2j is equal to √2kt by bhc minus 1. And then j is equal to √2kt by bhc minus 1 the whole divided by 2. അപ്പോൾ രണ്ടിടത്താകുമ്പോൾ ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം, ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് റൂട്ടിനകത്ത് കയറണമെങ്കിൽ 4 ആയിട്ടേ കയറത്തുള്ളൂ ബൈ 2. അപ്പോൾ j is equal to kt by 2 bhc minus half. അപ്പോൾ ഇതാണ് കിട്ടുന്നത്. അപ്പോൾ ഈ j വാല്യൂ നോക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? കെയുടെ വാല്യൂ കെ ബോൾട്ട്സ്മാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ടി ഏത് ടെമ്പറേച്ചറിലാണോ ആ ഗ്യാസ് മോളിക്യൂൾസ് ഉള്ളത് ആ ടെമ്പറേച്ചർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വി അവിടുത്തെ ഗ്യാസ് മോളിക്യൂളിന്റെ റൊട്ടേഷൻ കോൺസ്റ്റന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ലാങ്സ് കോൺസ്റ്റന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സി വെലോസിറ്റി ഓഫ് ലൈറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ജെ വാല്യൂ കിട്ടും. അപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് കിട്ടിയ 2.87. അപ്പോൾ 2.87 ആകുമ്പോൾ എന്നോട് 3. അപ്പോൾ j = 3 എന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ നിന്നായിരിക്കും ഏറ്റവും കൂടുതൽ ട്രാൻസിഷൻസ് ഉണ്ടാകുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ
ഇന്റൻസിറ്റി കിട്ടുന്നത് J is equal to 3 എന്നുള്ള ട്രാൻസിഷൻ. അപ്പം അത് അബ്സോർപ്ഷൻ ആണെങ്കിൽ J is equal to 3 നിന്ന് J is equal to 4 പോകും. മറിച്ച് എമിഷൻ ആണെങ്കിൽ J is equal to 3 നിന്ന് J is equal to 2 പോകും. ആ സമയത്തായിരിക്കും ഏറ്റവും കൂടുതൽ ഓപ്ഷൻ, അല്ലെങ്കിൽ ആ ലൈനായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്നത്. അതിന് നമുക്ക് എന്ത് ചെയ്യാം, ഇന്റൻസിറ്റി പിടിക്കാം. ഇതാണ് ഇന്റൻസിറ്റി ഓഫ് റൊട്ടേഷണൽ ലൈൻസ്. അപ്പോൾ ഒന്നുകൂടെ പറയുന്നു, നമുക്കറിയാം J is equal to 0 J is equal to 1 പോകുമ്പോൾ 2B വേവ് നമ്പറുള്ള ലൈറ്റ് പുറത്ത് വരും, അല്ലെങ്കിൽ റേഡിയേഷൻ പുറത്ത് വരും. J is equal to 1 നിന്ന് J is equal to 2 ആകുമ്പോൾ ഇത് അബ്സോർബ് ചെയ്യപ്പെടും, 4B അബ്സോർബ് ചെയ്യപ്പെടും. J is equal to 2 നിന്ന് J is equal to 3 ആകുമ്പോൾ 6B വേവ് നമ്പറുള്ളത് അബ്സോർബ് ചെയ്യപ്പെടും. തിരിച്ച് 1 നിന്ന് 0 ആണെങ്കിൽ ഇതേ ലൈനുകൾ എമിറ്റ് ചെയ്യപ്പെടും. അത് ആരാണ് ഏറ്റവും കൂടുതൽ എമിറ്റ് ചെയ്യപ്പെടുന്നത്? 2B വേവ് നമ്പറുള്ള റേഡിയേഷൻസ് ആണോ, 4B വേവ് നമ്പറുള്ള റേഡിയേഷൻസ് ആണോ, 6B എന്നുള്ളതാണോ എന്നാണ് തിരിച്ചറിയണമെങ്കിൽ നമ്മൾ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം. ഒന്ന്, ഏത് ട്രാൻസിഷനാണ് ഏറ്റവും കൂടുതൽ നടക്കാൻ സാധ്യത. അപ്പോൾ ആ നടക്കുന്ന ട്രാൻസിഷൻ രണ്ട് കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്യും. ഒന്ന്, അത് ഏത് സ്റ്റേറ്റിൽ നിന്നാണോ ട്രാൻസിഷൻ നടക്കുന്നത് ആ സ്റ്റേറ്റിൽ എത്ര പേരുണ്ട്, എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്യും. ഇനി ആ സ്റ്റേറ്റ് എന്തുമാത്രം ഡീജനറേറ്റ് ആണ് എന്നതിനും ഡിപ്പെൻഡ് ചെയ്യും. സോ എന്തുമാത്രം ഉണ്ട് ബോൾട്സ്മാൻ ഫാക്ടർ, കാരണം ഗ്യാസ് മോളിക്യൂൾസ് അതുകൊണ്ട് മാക്സ്വെൽ ബോൾട്സ്മാൻ സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അവിടുത്തെ നമ്പർ തീരുമാനിക്കുന്നത് ബോൾട്സ്മാൻ ഫാക്ടർ ആയിരിക്കും. രണ്ടാമത് ഡീജനറേസി. അപ്പോൾ J is equal to 0 ലെവലിൽ N0 പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ N0 മോളിക്യൂൾസ് എന്ന് കരുതുക. അപ്പോൾ നമുക്കറിയേണ്ടത് 1 അല്ലെങ്കിൽ 2 അല്ലെങ്കിൽ 3 എന്ന് പറഞ്ഞ ലെവലിൽ, അതായത് പൊതുവെ J എന്ന് പറഞ്ഞ ലെവലിൽ എത്ര പേരുണ്ട്. അപ്പം N J is equal to N0 e raised. പക്ഷേ ഇവിടെ നമ്മൾ എന്ത് e raised to minus EJ/kT, ഇവിടെ ഈ എനർജിയാണ്. എനർജി നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്? EJ/hc ആണ്, B into J+1. അപ്പോൾ EJ is equal to BhC into J into J+1 ആണ്. അതൊരു സബ്സ്റ്റിറ്റ്യൂട്ട്. പക്ഷെ ഇവിടെ നമ്മൾ എന്ത് കൺസിഡർ ചെയ്തില്ല? ആ സ്റ്റേറ്റിനെ ഡീജനറസി കൺസിഡർ ചെയ്തില്ല. അപ്പോൾ അതുകൂടി പരിഗണിച്ചു കഴിഞ്ഞാൽ ഓരോ സ്റ്റേറ്റും 2J+1 ടൈംസ് ഡീജനറേറ്റ് ചെയ്യണം. അപ്പോൾ അതുകൂടി ഉൾപ്പെടുത്തണം. അപ്പോൾ N0 ഇത് വരും. ഇനി നമുക്കറിയാം അപ്പോൾ N എന്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നു? Jക്ക് അനുസരിച്ച് മാറി. N is a function of J. അപ്പോൾ നമുക്ക് മാക്സിമം ട്രാൻസ്ഫർ ആണെങ്കിൽ ഈ dnj/dj എന്തായിരിക്കണം? 0 ആണ്. അപ്പോൾ ആദ്യമേ dnj/dj കണ്ടുപിടിക്കുക, എന്നിട്ട് അതിനെ ആരുമായിട്ട് ഇക്വേറ്റ് ചെയ്യുക? 0 ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് J ഇതാണ്. ഈ J വാല്യൂ നോക്കുക, ആ J വാല്യൂ ആയിരിക്കും ഏറ്റവും കൂടുതൽ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ ആ J വാല്യൂ ഇപ്പം J is equal to 2 ആണെങ്കിൽ എന്നിട്ട് അബ്സോർപ്ഷൻ കൂടിയാണെങ്കിൽ J is equal to 2 നിന്ന് J is equal to 3 ആയിരിക്കും ഏറ്റവും കൂടുതൽ നടക്കുക. അപ്പോൾ നമുക്ക് 6B വേവ് നമ്പറുള്ള റേഡിയേഷൻസ് ആയിരിക്കും കൂടുതൽ കിട്ടുന്നത്. ഇതാണ് ഇന്റൻസിറ്റി ഓഫ് റൊട്ടേഷണൽ ലൈൻസ്.